നമ്മുടെ മൊഗ്രാലിലെ കെ പുരം അതുപോലെ തന്നെ കൊപ്പളം വാർഡിലെ സ്ഥാനാർത്ഥികളാണ് നമ്മുടെ കൂടെയുള്ളത്. കെ പുരം വാർഡിലെ ആബിദ ടീച്ചറുണ്ട്, ബൽക്കീസ് ഉണ്ട്, കൊപ്പളം വാർഡിലെ ഖൈറുന്നീസ ഉണ്ട്, ഐഷ, റിയാസും ഉണ്ട്. 4 സ്ഥാനാർത്ഥികൾ. അപ്പോൾ 4 പേർക്കും ശുഭാപ്തി വിശ്വാസമാണ് വിജയത്തിൽ കാര്യം അല്ലേ? വിജയിച്ചാൽ നമ്മുടെ ഈ മൊഗ്രാലിലേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആദ്യം ആബിദ പറഞ്ഞ്. നമ്മളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്കൂളുണ്ട്, പിന്നെ ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട്, കൃഷിക്കാരുണ്ട്, റോഡുകൾ പോയിട്ടുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആബിദ? ഇതെല്ലാം നല്ല രീതിയിൽ ചെയ്യാനാണ് ആഗ്രഹം. ഇപ്പോൾ ഫീൽഡിലേക്ക് ഇറങ്ങിയ ശേഷമാണ് നാട്ടിലത്തെ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ജയിക്കുകയാണെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ തന്നെ നടത്താൻ വേണ്ടിട്ട് ആഗ്രഹമുണ്ട്. ഒരു പഞ്ചായത്തിൽ നിന്ന് എന്തെല്ലാം ഫണ്ട് കിട്ടുന്നുണ്ടോ ആ ഫണ്ട് മുഴുവനും ഈ പഞ്ചായത്തിലേക്ക് ചെലവഴിക്കാൻ വേണ്ടി പരമാവധി 100% അതില് ആ ഫണ്ട് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവിധ ആശംസകളും നേരുന്നു. കൈമാറിയ ബൽക്കീസ്, പറഞ്ഞു ബൽക്കീസേ, എന്തൊക്കെ? ഞാനാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഞാൻ വാർഡിൽ പ്രവർത്തിക്കുന്നതാണ്. ഇൻഷാല്ല എന്നും നല്ലൊരു ഇത് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റും. ഇൻഷാല്ല ഞാനത് ശ്രമിക്കും. പിന്നെ സ്കൂൾ പരമായിട്ടും ഹെൽത്ത് പരമായിട്ടും എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ വാർഡിൽ ഒപ്പം തന്നെ ഉണ്ടാവും. 5 വർഷം അവരെ കൂടെ തന്നെ ഉണ്ടാവും. 16-ാം വാർഡിനെ സംബന്ധിച്ചാണെങ്കിൽ പകുതി ആൾക്കാരും ഏകദേശം എല്ലാ കാര്യങ്ങളും അധികം എനിക്കറിയുന്നതാണ്. അപ്പൊ കൊപ്പളമാണ് കുറച്ച് അറിയാൻ ബാക്കിയുള്ളത്. മത്സ്യത്തൊഴിലാളികളുണ്ട്. അപ്പൊ ഏത് ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മാതിരിയെ ഞാൻ മുന്നോട്ട് നീങ്ങും ഇൻഷാ അല്ലാഹ്. പിന്നെ മൊത്തത്തിൽ നമ്മുടെ സ്കൂളും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വലിയൊരു നാടാണ് മൊഗ്രാൽ. അതിന്റെ വികസനത്തിന് വേണ്ടി താങ്കൾ പരമാവധി 100%. ഐഷ, ഞാനൊരു മെമ്പർവാരിയാണ്. അപ്പൊ അയാൾ എങ്ങനെ ഈ വാർഡിൽ ഇതാക്കിയത് ഞാനിങ്ങനെ പോയിട്ടാകുമ്പോ ഞാൻ കറിഞ്ഞിന് ഇതാക്കിട്ടാകുമ്പോ അതിനേക്കാൾ മുമ്പിലല്ല, ഉറപ്പിമ്പിലല്ല, മുമ്പിൽ തന്നെ ഞാൻ ഉറക്കന്നെ നിന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത് നമുക്കറിയില്ല. ആര് ജയിച്ചാലും പാർട്ടി നോക്കാതെ, നിങ്ങളെ ഒരു പാർട്ടിയോ പിന്നെ സ്ഥാനമാനങ്ങളോ ഒന്നും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. എല്ലാരും ഏത് പാർട്ടി നോക്കണ്ടേ? കാരണം ഞങ്ങള് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കുറെ ആള് പാർട്ടി നോക്കിയിട്ട് കുറെ താഴെയുള്ള ആൾക്കാർ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. അപ്പൊ അതൊന്ന് മാറ്റി ചിന്തിച്ചാല് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഞാൻ പറയും, നമ്മുടെ മൊഗ്രാലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ഷൻ കഴിയുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ തീർന്നു, എല്ലാവരും ഒരുമയോട് കൂടി. പിന്നെ ഒരു പ്രത്യേകമായിട്ട് കാര്യം പറയുന്നത്, കാസർഗോഡ് ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവം ഈ വർഷം നമ്മുടെ മൊഗ്രാൽ സ്കൂളിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ജയിക്കട്ടെ തോക്കട്ടെ, അതായത് ഈ മാസം 29, 30, 31 തീയതികളിലാണ്. അതിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് 4 പേർക്കും വിജയാശംസകൾ നേരുന്നു. ന്യൂസ് ടൈം മൊഗ്രാൽ. താങ്ക് യു. താങ്കൾ വോട്ട് ചെയ്തോ? താങ്കളിപ്പോ താമസം മംഗലാപുരത്താണെങ്കിലും വോട്ട് മൊഗ്രാൽ തന്നെ. എല്ലാ വോട്ടിന്റെ സമയത്തും കൂടി വരുന്നുണ്ട്. കാരണം MS മൊഗ്രാലിന്റെ പേരെ കുട്ടി അങ്ങനെ അതായിട്ട് രാഷ്ട്രീയപരമായിട്ട് വല്ലാത്തൊരു സംവിധാനം ആവശ്യം നിർവഹിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇവിടെ സമാധാനപരമായിട്ട് ഏതായാലും താങ്കൾ ഇത്രയും ദൂരത്ത് വന്നൊരു സംവിധാനം നിർവഹിച്ചതിൽ വളരെയധികം മൊഗ്രാൽ ന്യൂസ് താങ്ക് യു. CH അബ്ദുൽ ഖാദർ വോട്ട് ചെയ്തോ? ഇല്ല. കൊപ്പളം പാടില്ലല്ലേ? ഏകദേശം എത്ര ശതമാനം? ഒരു ബൂത്തില് ഒരു 25-30%. മറ്റേ കടപ്പുറം ബൂത്തിൽ ഇവിടെ ഒരു 25-30 ഉള്ളിലാണ്. 30 കടന്നിട്ടുണ്ട്. SIR കൊണ്ട് പിന്നെ വോട്ടർമാർ ഒന്ന് എത്തിയിട്ടുണ്ട് ബൂത്തിലേക്ക്. എല്ലാവർക്കും ഒരു വോട്ടിന്റെ വില അറിഞ്ഞത് ഇപ്പോഴാണ്. അത് മൊഗ്രാൽ സംബന്ധിച്ച് പ്രത്യേകിച്ചിട്ട് മൊഗ്രാൽ എല്ലാ വോട്ടർമാരും വരുന്നുണ്ട്. SIR വന്നതുകൊണ്ട് അതൊരു ഗുണമായിട്ടുണ്ട്. താങ്കള് ഒരു സ്ഥാനാർത്ഥിയെ പ്രതിദാനം ചെയ്യുന്നുണ്ടല്ലോ, ആ സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം വിജയ പ്രതീക്ഷയുണ്ട്? നമുക്ക് സ്ഥാനാർത്ഥി പേരൊന്നും പറയണ്ട, 90% വളരെ സമാധാനപരമായി. അത് എപ്പോഴും അതെന്നും മൊഗ്രാലിൽ അതേ ഉള്ളൂ. മൊഗ്രാലിൽ ഒരു പുസ്തകങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് മൊഗ്രാൽ. നമ്മളിവിടെ ഒരു പുസ്തകങ്ങളും ഉണ്ടാവാറില്ല. ഇനിയും അങ്ങനെ തന്നെ രാഷ്ട്രീയപരമായ അത് ഇന്നത്തോട് അത് കഴിഞ്ഞല്ലോ. പിന്നെ അതിനെ മേലെ പിന്നെ വേറൊന്നുമില്ലല്ലോ. ഏതായാലും താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും താങ്കളെ ആർക്കാണോ പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും ശുഭാപ്തി, എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു മിസ്റ്റർ CH. യൂസഫ് കോട്ട വോട്ട് ചെയ്തോ? വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് മിസ്റ്റർ യൂസഫ് കോട്ട. താങ്കൾ ഏത് വാർഡ് 15? മറ്റേ നടപ്പള്ളം അല്ല, ടൗൺ വാർഡിൽ ഇപ്പോൾ
അതെ അതെ അതെ, അത് ആരെങ്കിലും ആയിക്കോട്ടെ, സ്ഥാനാർത്ഥി ആരെങ്കിലും ആയിക്കോട്ടെ. ഇത് കുറേ പ്രാവശ്യമായി ഇങ്ങനെ വോട്ട് ചെയ്യുന്നത്, ആദ്യത്തൊന്നും അല്ലല്ലോ, നാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഏതായാലും താങ്കളുടെ പാർട്ടിക്ക് വിജയ ആശംസകൾ നേരുന്നു. താങ്കൾ ഏത് പാർട്ടിയാണെന്ന് നമുക്ക് ഒന്നും പറയുന്നില്ല. പാർട്ടി ഏതാണോ ആ പാർട്ടിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വളരെ സമാധാനപരമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത് മൊഗ്രാലിൽ. വലിയ തിരക്കൊന്നുമില്ല. താങ്കൾ പോയിട്ട് വോട്ട് ചെയ്യാം. ഓക്കെ, അത് ഒരു ഫോട്ടോ എടുത്തോട്ടാ. അടുത്ത് പോകും. പൊതുവെ മന്ദഗതിയിലാണോ? മന്ദഗതിയിലാണ്. ആവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. പ്രതീക്ഷയിലാണ്. ദീനാർ യുവജന സംഘത്തിന്റെ സെക്രട്ടറി, പിന്നെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. മൊഗ്രാലിൽ അറിയപ്പെടുന്ന ഒരു പിന്നെന്താ സോഷ്യൽ വർക്കർ. താങ്കൾ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്ത്. പിന്നെ ഒരു പ്രശ്നമൊന്നുമില്ല, വളരെ സമാധാനപരമായിട്ട് നല്ല സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആര് ജയിച്ചാലും അത് നമുക്ക് ഒരു നാട്ടിലേക്ക് വികസനം കൊണ്ടുവരണമെന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാൽ താങ്കൾ ഒരു പാർട്ടിന്റെ ആൾക്കാർ ആയിരിക്കുമല്ലോ, ഏത് പാർട്ടി എന്ന് പറയണ്ട, എങ്കിലും ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. 100% ഓക്കെ, താങ്ക് യു. നമ്മുടെ സ്കൂളിലെ പരിപാടിക്കൊക്കെ തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു മിസ്റ്റർ ബദറുദ്ദീൻ. വിചിത്രമായ ഒരു ഇന്റർവ്യൂ ആണ്. ഉപ്പ മകനെ ഇന്റർവ്യൂ ചെയ്തു. അബൂബക്കർ നാഫി, താങ്കൾ വോട്ട് ചെയ്തോ? കാണിച്ചേ. ഇത് താങ്കളൊരു പ്രവാസിയായിരുന്നല്ലോ, ഇപ്പോൾ ആദ്യത്തെ വോട്ടാണോ? അല്ല, മുമ്പ് ചെയ്തിരുന്നു. എല്ലാ പഞ്ചായത്ത് ഇലക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഈ വാർഡിൽ ഏകദേശം എത്ര ശതമാനമായിട്ടുള്ള അറിഞ്ഞോ? ഏകദേശം 50% ആയിട്ടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ 100% ഉണ്ടാവും. 100%? 100 ഏകദേശം 80% ആവും. കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ വേണ്ടേ? പൊതുവായിട്ട് രാഷ്ട്രീയം നോക്കാതെയാണ് ഞാൻ വോട്ടിടാറ്. ഇപ്രാവശ്യം അതുപോലെയാണ് ഇട്ടുള്ളത്. ഇപ്പൊ ഇവിടെ 2 സ്ഥാനാർത്ഥി, ഒന്ന് ആശാ വർക്കർ, ഒന്ന് ടീച്ചറാണ്. കൂടുതൽ മിങ്കിളാവുന്ന ഒരാൾക്കാണ് വോട്ടിട്ടിട്ടുള്ളത്. അതും നോക്കിയിട്ടാണ്, സ്ഥാനാർത്ഥിയെ ബേസ്ഡ് ആണ് വോട്ടിട്ടിട്ടുള്ളത്. അവിടെ ഒരു രാഷ്ട്രീയവും നോക്കിയിട്ടില്ല, ആളെ വ്യക്തിപരമായിട്ടാണ് വോട്ട് ചെയ്തത്. താങ്ക് യു മിസ്റ്റർ നാഫി. ഓക്കെ, താങ്ക് യു. നൗഷാദ് ഒരു പ്രവാസിയാണ്. ഈ പിന്നെ ഇലക്ഷന് വേണ്ടി തന്നെ വോട്ടിടാൻ വേണ്ടി വന്നതാണ് നാട്ടിലേക്ക്. വെരി ഗുഡ്. ഇതിനു മുമ്പ് ഉൾഭയം വന്നിട്ടുണ്ട്, പറയുന്ന കേൾക്കുന്നുണ്ട്, വോട്ടില്ലെങ്കിൽ ലിസ്റ്റ് ഒന്ന് പുറത്തു പോയി പോകുന്നത്. അങ്ങനെയൊന്നുമില്ല. വോട്ട് ചെയ്താ? വോട്ട് ചെയ്തു. കാണിച്ചു. കാണിച്ചില്ല, മറ്റേ മാർക്ക് ചെയ്തത്. വോട്ട് ചെയ്തല്ലേ? വോട്ട് ചെയ്തല്ലേ, ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ KK പുരം വാർഡല്ലേ? KK പുരം വാർഡിൽ ഇപ്പോൾ ഏകദേശം എത്ര ശതമാനമായിട്ടുണ്ട് ആവശ്യം? ഇപ്പോൾ ഒരു 50% താഴെയാണ്. 50% ആയിട്ടില്ല. 48, 45, 47, 50%. ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു 70, 72, 75 താഴെ എത്തുമെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ അവിടെ സമാധാനം. നമ്മുടെ മൊഗ്രാലിൽ പൊതുവേ സമാധാനപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലേ? താങ്കൾ ഏതായാലും ഒരു പാർട്ടി പ്രതിദാനം ചെയ്യുന്നതല്ലേ? ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള എത്ര ശതമാനം ആത്മവിശ്വാസമുണ്ട്? 90% വിശ്വാസമാണ്. 90% ആത്മവിശ്വാസമുണ്ട്. ഓക്കെ, ഏതായാലും താങ്ക് യു. പക്ഷെ ജലീൽ റഹ്മത്ത് നഗർ, താങ്കൾ വോട്ട് ചെയ്തോ? ഇല്ല, വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. താങ്കളുടെ വാർഡ് 15 എന്ന് പറയുമ്പോൾ മൊഗ്രാൽ ടൗൺ. ഇപ്പോൾ ഏകദേശം ഒരു 40-45% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഒരു നിങ്ങളുടെ പ്രതീക്ഷ എത്ര ശതമാനമാകുന്നു? 75-80 അടുത്തേക്ക് വരും അല്ലേ? നമ്മുടെ മൊഗ്രാലിലെ എല്ലാ ബൂത്തുകളിലും വളരെ സമാധാനപരമായിട്ടാണ്. ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വോട്ടിങ്ങിന്റെ കാര്യത്തിൽ എപ്പോഴും സമാധാനം, എല്ലാ കാര്യത്തിലും സമാധാനം തന്നെ. മൊഗ്രാലിലെ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല. താങ്കളുടെ ഇത് ആദ്യത്തെ വോട്ടൊന്നുമില്ല, ഇതിന് മുമ്പ് പ്രവാസിയായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.